ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബ്രെഡ് കുൽഫിയുടെ റെസിപ്പിയാണ്. വെറും 3 ചേരുവ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ കുൽഫി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ പുതിയ റെസിപ്പീസിനായി ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബ്രെഡ് കുൽഫി തയ്യാറാക്കാനായി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ അരികുവശങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡിൻ്റെ അരികുഭാഗം നമുക്ക് തീരെ ആവശ്യമില്ല. കട്ട് ചെയ്യുമ്പോൾ ആ ബ്രൗൺ കളർ കയറി വരാതെ വേണം കട്ട് ചെയ്യാൻ. ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ കുൽഫിയുടെ നിറം മാറുകയും ചെയ്യും, നമ്മൾ വിചാരിച്ച നിറം കിട്ടത്തുമില്ല. അതുപോലെ നല്ല പക്ക വൈറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. വെള്ളഭാഗം നമുക്കൊന്നുകൂടി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി പൊടിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ നല്ല പൊടിയായി വേണം കിട്ടാൻ. അടുത്തതായി നമുക്ക് അടുപ്പത്തൊരു സോസ് പാൻ വയ്ക്കാം. ഇതിലോട്ട് ഞാൻ 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് പാൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരട്ടെ. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിലോട്ട് മാറ്റാം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ 2-3 മിനിറ്റ് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു തുള്ളി യെല്ലോ ഫുഡ് കളറാണ്. ഓപ്ഷണലാണ്, നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മുടെ കുൽഫിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കുൽഫിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലോട്ട് പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട കൂടാതെ നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലൊക്കെ നല്ല തിക്കായി വരാൻ തുടങ്ങും, നല്ല കട്ടിയായി വരാൻ വേണ്ടി തുടങ്ങും. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായി ഇളക്കി കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്, എന്നാലും ഒരുപാട് ലൂസും ആവരുത്. കാരണം തീ ഓഫ് ചെയ്ത് ചൂടാറി വരുമ്പോൾ ഇത് ഒന്നുകൂടി കട്ടി കൂടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇവിടെ കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിവിടെ ഈ ബ്രെഡ് കുൽഫിയുടെ മിക്സ്ചർ കിട്ടിയിട്ടുള്ളത്. ഞാനിതൊരു മെഷറിംഗ് കപ്പിലേക്ക് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കുൽഫി സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലൊരു കുൽഫി മോൾഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതുപോലുള്ള കുൽഫി മോൾഡുകൾ നമുക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ബേക്കിംഗ് ടൂൾസോ ഇൻഗ്രീഡിയൻസോ ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിൽ കുൽഫി മോൾഡ് ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ആയാലും നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുൽഫിയുടെ മിക്സ്ചർ മോൾഡിലോട്ട് ഓരോന്നോരോന്നായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുൽഫിയുടെ മോൾഡ് നിറയെ ഈ മിക്സ്ചർ ഒഴിക്കരുത്. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് കുൽഫിയുടെ മിക്സ്ചർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ മോൾഡിലും കുൽഫിയുടെ മിക്സ്ചർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഇതുപോലുള്ള ഒരു ചെറിയ പീസ് എടുത്തിട്ട് കുൽഫിയുടെ മോൾഡ് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ മോൾഡും കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കത്തി എടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഐസ്ക്രീം കോലുകൾ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് കുൽഫിയുടെ മോൾഡിലോട്ട് പതിയെ മെല്ലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. ഞാനെന്തായാലും ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുൽഫി എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചൂടുവെള്ളം ഒന്നുമല്ല. ഇതൊന്ന് നമുക്ക് അൺമോൾഡ് ചെയ്യാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ അൺമോൾഡായി കിട്ടും. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കുൽഫിയുടെ ഷേപ്പിൽ തന്നെ നന്നായിട്ട് അൺമോൾഡായി കിട്ടിയിട്ടുണ്ട്.
വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്യാതെ തന്നെ വേറൊരു മോഡലിൽ അൺമോൾഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കൈവച്ചൊന്ന് നന്നായി തിരുമ്മി കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അൺമോൾഡായി കിട്ടും. നമ്മുടെ കൈയുടെ ടെമ്പറേച്ചർ കൊണ്ടാണ് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അൺമോൾഡായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം അതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ 2 രീതിയിൽ അൺമോൾഡ് ചെയ്താലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മുടെ ഈ കുൽഫി ഇതുപോലെ അൺമോൾഡായി കിട്ടും. ഇനി ഈ കുൽഫി നമുക്ക് നട്ട്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ഏത് നട്ട്സാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുൽഫി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കുൽഫി റെഡി ആയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കുൽഫി നിങ്ങളും വീട്ടിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ബ്രെഡ് കുൽഫി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മോൾഡ് ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലും ചെയ്തെടുക്കാം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.